ഒരാൾ മുസ്ലിമായി തീരുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം സത്യസന്ധമായി ഹൃദയത്തിൽ അംഗീകരിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ്. ഈ പ്രഖ്യാപനമാണ് മറ്റുള്ളവരിൽ നിന്ന് മുസ്ലിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, വ്യതിരക്തമാക്കുന്നത്. ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരാരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്, റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല. ഇത് അഴകുഴമ്പനല്ലാത്ത കൃത്യമായ, കണിഷ്ഠമായ, വ്യക്തമായ ഒരു ആദർശമാണ്. മറ്റുള്ളതിലെല്ലാം മനുഷ്യർ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ശീലങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളുമൊക്കെ സ്വീകരിക്കും. ഇതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ശീലങ്ങളും ഈ ആദർശത്തിലും ആശയത്തിലും കൂടി അഴകുഴമ്പനായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമാകാൻ സാധിക്കുകയില്ല. അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ ആശയം കൃത്യമായി, കണിശമായി സ്വീകരിക്കുക. അപ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്, അപ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, സഹായം ചോദിക്കാൻ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ അത് അല്ലാഹുവിന് മാത്രമേ, അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ് അതിന്റെ ആദ്യ ഭാഗം. ആരോടാണ് ആരാധന, ആരോടാണ് പ്രാർത്ഥന, ആരോടാണ് സഹായതേട്ടം, ആർക്കാണ് നേർച്ച വഴിപാടുകൾ? അതിലും ഒരു അഴകുഴമ്പനായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ പിന്നെ ആ മനുഷ്യന് നിലപാടുള്ള ഒരു മനുഷ്യനല്ല. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ, അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. സ്വാഭാവികമായി ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായ സൗഹൃദങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും വ്യത്യസ്തമായ രീതികളും ഒക്കെ നിലനിൽക്കുന്നിടത്ത് നമുക്ക് യോജിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം യോജിക്കാം. അവസാനം ഇതിലുകൂടി ഒരാൾ യോജിച്ചു കഴിഞ്ഞാലോ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. അതിലും ഒരു മനുഷ്യൻ യോജിച്ചാലോ ആർക്കാണ് നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടത്? അല്ലാഹുവിന് അർപ്പിക്കാം. പിന്നെ ഒരു സൗഹൃദം എന്ന നിലക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായ പ്രകാരം അങ്ങനെയുമാകാം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ജീവിതത്തിന്റെ നിലപാട് കൊണ്ട് അങ്ങനെയുള്ള ആശയങ്ങൾ സ്വീകരിച്ചാലോ അയാൾ യഥാർത്ഥത്തിൽ കൃത്യമായി ദീൻ പിൻപറ്റുന്ന ഒരാളല്ല. രണ്ടാമത്തെ ഭാഗമാണ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അഭിപ്രായ പ്രകാരം മതം ഉണ്ടാക്കിയ ഒരു വ്യക്തിയല്ല, ഒരു പ്രവാചകനല്ല. മറിച്ച് അല്ലാഹുവിന്റെ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രകാരം മനുഷ്യനിലേക്ക് എത്തിച്ച ഒരു പ്രവാചകൻ. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു പ്രവാചകനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന എത്തിക്കപ്പെടുന്ന വഹീ, ആ വഹീ നമ്മിലേക്ക് എത്തിച്ച ഒരു പ്രവാചകനാണ്. ആ വഹീ കൂടിയതാണ് നമ്മുടെ ദീൻ എന്നത്. അപ്പോൾ ഖുർആനും ഹദീസും അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ആശയവും ആദർശവും. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിയുടെ ഇച്ഛ പ്രകാരം ഒരു കാര്യം സംസാരിക്കുന്നതല്ല ദീനിന്റെ കാര്യം.
മതപരമായ ഒരു കാര്യം, ദീനിന്റെ കാര്യം, വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യം പ്രവാചകൻ സംസാരിക്കുന്നത് നബി അങ്ങോട്ട് സംസാരിക്കുന്നതല്ല, മറിച്ചോ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വഹയ്യായി ലഭിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കുന്നത്, മതത്തിന്റെ കാര്യം. അപ്പോൾ മതത്തിന്റെ കാര്യം എന്നത് പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ തോന്നലുകൾക്കനുസരിച്ച് പ്രവാചകൻ പറഞ്ഞതാണോ? ഇന്ന കാര്യം വലിയ പ്രശ്നമില്ലാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് ദീനിന്റെ ഭാഗമാക്കാം. ഇന്ന കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങളത് ദീനിന്റെ കാര്യമായിക്കോളൂ എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയ്യ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് എത്തുകയും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് എത്തിച്ചതുമാണ് നമ്മുടെ ദീൻ എന്നത്. എന്നാൽ ദുനിയാവിന്റെ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മദീന നിവാസികൾ ഒരിക്കൽ ഈന്തപ്പനയുടെ പരാഗണം അവരിങ്ങനെ നടത്തുകയാണ്. ആൺ ഈന്തപ്പനയിലെ പരാഗണു പെൺ ഈന്തപ്പനയിൽ അവർ നിക്ഷേപിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അതങ്ങനെ വളർന്ന് അതിൽ ഈന്തപ്പനയുണ്ടാകുമല്ലോ. അപ്പൊ അവര് ഒന്നും ചെയ്തില്ല, അവരെ നിർത്തിവെച്ചു. പക്ഷെ അടുത്ത വർഷം ഈ ഈന്തപ്പഴം കുറഞ്ഞു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അൻതും അഅലമു ബി അംരി ദുനിയാക, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ ദുനിയാവിന്റെ കാര്യം അറിയുന്നവരാണല്ലോ. അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് നമുക്കും നമ്മുടേതായ ആശയങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ദീനിയായിട്ടുള്ള മതപരമായ അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുന്നതാണ്, ഇതിന് പ്രതിഫലമുണ്ട്, ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരു കാര്യം നാം ചെയ്യണമെങ്കിൽ അത് ആര് പറയണം? അള്ളാഹുവിന്റെ പ്രവാചകൻ വഹ്യ് പ്രകാരം പറയണം. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹശ്റിലെ 7-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങളിൽ നിന്ന് വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. പ്രവാചകൻ എന്താണോ മതത്തിന്റെ ഒരു കാര്യമായി കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മൾ സ്വീകരിക്കുക. എന്താണോ മതപരമായിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 51-ാം വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായ ഒരു കാര്യത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കും എന്നത് പറയുന്നു. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, വിശ്വാസികളുടെ വാക്ക് എങ്ങനെയാണെന്ന് അറിയുമോ? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒരു വിധി കൽപ്പിച്ചാൽ അൻ യഖൂലു, അവർ പറയും സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ ഓപ്ഷനല്ല. അതാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞത്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പിന്നെ എന്ത് അതുകൊണ്ട് അങ്ങനെയായിക്കൂടാ ഇങ്ങനെയായിക്കൂടാ എന്ന് ചോദിക്കുന്നത് വിശ്വാസികളുടെ പ്രത്യേകതയല്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനെയുള്ള ആളുകളാണ് വിജയികൾ. അപ്പൊ എന്താണ് മതം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവും പ്രവാചകനും ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, അതാണ് മതം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് സ്വാഭാവികമായി സമൂഹത്തിൽ കാലങ്ങളായി ചെയ്യുന്നതല്ലേ, ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർ അത് ചെയ്യുന്നതിന് ദുരുദ്ദേശമൊന്നുമില്ലല്ലോ, സതുദ്ദേശമാണല്ലോ ഉള്ളത്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ എന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അത് നമ്മൾ സ്വയം ഇങ്ങനെ ആളാകാൻ വേണ്ടി, വലുതാകാൻ വേണ്ടി കിബിറ് വരുമ്പോൾ പറയുന്ന ഒരു സംഗതിയാണ്. അത് വഴിവിടക്കലിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. വിശ്വാസികൾ എങ്ങനെയാണ്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി
ലിയഹ്കുമ ബൈനഹും മൻ യഖൂലു സമിഅനാ വഅതഅനാ. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസികൾ പറയുക. അപ്പൊ ഇങ്ങനെ മതത്തിന്റെ കാര്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി എന്തെങ്കിലും പഠിപ്പിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? കൂലി ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തന്നത് അതുമായി ബന്ധപ്പെട്ട അതിന്റെ സൂചനകളിൽ അപ്പുറത്തുണ്ടാവും എല്ലാം. ഇനി നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടല്ല. കാരണം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ആണെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് അമർതുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും, സ്വർഗ്ഗം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. എന്താ പഠിപ്പിച്ചു തരാത്തത്? എല്ലാം സുന്നത്തായ കാര്യങ്ങൾ വരെ അല്ലേ? ബാത്റൂമിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ ഇറങ്ങണം, ചെരുപ്പ് എങ്ങനെ ധരിക്കണം, മുടി എങ്ങനെ ചെയ്യണം, അതിൽ ഫിത്റത്തിന്റെ കുറെ കാര്യങ്ങൾ, നമ്മുടെ ശരീരവുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഒരാളെ കാണുമ്പോൾ ചെയ്യേണ്ടത്, സലാം പറയേണ്ടത്, സലാം മടക്കേണ്ടത്, ആ സലാമിൽ ഒരു പദം അധികരിച്ചാൽ തിരിച്ചു പറയേണ്ട ആളുകൾ പറയേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന, നരകത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ വിരോധിച്ചിട്ടുമുണ്ട്, മുഴുവൻ കാര്യങ്ങളും. ഇനി നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ എന്തില്ല? സ്കോപ്പില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും ഇല്ല. അപ്പൊ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് തീരല്ലോ. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായ ആയത്ത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അതമംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ അതമംതു അലൈക്കും നിഅമതി, എന്നിൽ നിന്നുള്ള അനുഗ്രഹമായിട്ടുള്ള മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, വിശുദ്ധ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. ദീൻ കംപ്ലീറ്റ് ആണ്. നീ ഒന്നും വിട്ടുപോയിട്ട് ഒരൊറ്റ ഉദാഹരണം, കുറെ ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമല്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? മരണാസന്നനായ ഒരു മനുഷ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നതാ? അല്ല. ലഖ്നൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായ ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനുഷ്യന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക. ആര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ റസൂല്. നമ്മുടെ അഭിപ്രായം വെച്ച് പറയുന്നതല്ല. പിന്നെ ആര് പഠിപ്പിച്ചു? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യന്റെ കണ്ണുകൾ അടക്കുക. നമ്മുടെ അഭിപ്രായ പ്രകാരം അത് ബോറാണെന്ന് വിചാരിച്ചിട്ടാണ് കണ്ണുറന്ന് നടക്കണം. അല്ല, അല്ലാഹുവിന്റെ റസൂൽ അത് കാണിച്ചു തന്നു. കണ്ണുകൾ അടക്കുന്നത് പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു. ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീന വഖ്ലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഖ് ലഹു ഫി ഖബരിഹി വനബ്ബിർ ലഹു ഫീഹി. പ്രാർത്ഥന. എന്ത്? ആ മയ്യത്തിനെ കാണുമ്പോഴുള്ള പ്രാർത്ഥന. നമ്മുടെ അഭിപ്രായ പ്രകാരം അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരണപ്പെട്ട ഒരു മനുഷ്യനെ, അയാളെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുക.
നമ്മളിങ്ങനെ നമ്മുടെ ഒരു അഭിപ്രായ പ്രകാരം മരിച്ച ഒരാളല്ല, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മുടെ അഭിപ്രായമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയണം. അത്യാവശ്യ കാരണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഖബറടക്കുന്നത് വൈകിപ്പിക്കരുത്. നമ്മുടെ അഭിപ്രായം അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒരാൾ മരിച്ചതാണല്ലോ, കുളിപ്പിക്കാം. നമ്മുടെ അഭിപ്രായമാണോ? അല്ല. പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യനെ കുളിപ്പിക്കണം. വലതുവശത്തിൽ നിന്നത് തുടങ്ങണം, ഉളുവിന്റെ അവയവത്തിൽ നിന്ന് തുടങ്ങണം. സിദർ ശുദ്ധീകരണത്തിന് നിങ്ങൾ ഉപയോഗിക്കണം. അവസാനത്തിൽ അത് ഒറ്റയാക്കണം. സ്ത്രീകളാണെങ്കിൽ ആ മുടി മൂന്ന് ഭാഗമായി കൊണ്ട് നെയ്തിടണം. നമ്മുടെ അഭിപ്രായമാണോ? അല്ല. നിങ്ങൾ കഫൻ ചെയ്യണം. പുരുഷന് 3 വസ്ത്രമുണ്ടാകണം. ജനാസയെ വേഗത്തിലാക്കണം. ആ ജനാസയെ നിങ്ങൾ പിന്തുടരണം. ആ മയ്യത്തിനു വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം. ഖബറിലേക്ക് കിടത്തുമ്പോൾ ഖിബിലക്ക് അഭിമുഖമായി കിടത്തണം. ഇതൊക്കെ മതത്തിന്റെ നിയമങ്ങളായിക്കൊണ്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം. ഖബർ എന്നത് അതൊരു കെട്ടിടമോ അലങ്കാരമോ നിങ്ങൾ ആക്കരുത്. അതിന്മേൽ നിങ്ങൾ ഒന്നും എഴുതി വെക്കരുത്. അതിന്മേൽ നിങ്ങൾ കുമ്മായം പൂശരുത്. ഖബറടക്കിയ ശേഷം ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മയ്യത്തിന്റെ വസിയത്ത് നിങ്ങൾ പൂർത്തീകരിക്കണം. മയ്യത്തിന്റെ കടം ഏറ്റെടുക്കണം, അത് വീട്ടണം. മരണപ്പെട്ട വീട്ടുകാരെ നിങ്ങൾ ആശ്വസിപ്പിക്കണം. ഇസ്നഉ ലിആലി ജഅഫർ തആമൻ ഫഖദ് അതാഹും അംറൻ ശഗലുഹും. ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവിടെ മരണം നടന്നിട്ടുണ്ടല്ലോ, അവർ ദുഃഖിച്ചു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് മരിച്ച വീട്ടിൽ ആ വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു? സ്വന്തം അഭിപ്രായമാണോ? അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചതിനിടയിൽ മരിച്ച വ്യക്തിക്ക് വേണ്ടി യാസീൻ ഓതണം എന്ന് പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ ഓതാറില്ല. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചതിനിടയിൽ ഇങ്ങനെ ഒരു സ്വഹീഹായത് പഠിപ്പിച്ചിട്ടില്ല. മയ്യത്തിനെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, ചൊല്ലുന്നില്ല. മയ്യത്ത് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉളുവെടുത്ത് മറ്റുള്ളവർ തീരുന്നത് വരെ ഏതെങ്കിലും സൂറത്തുകളോ പ്രത്യേകമായ പ്രാർത്ഥനയോ ചൊല്ലണം, പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പ്രവാചകനായി ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ മൗനം പാലിച്ച് അവിടെ നിൽക്കുക ചെയ്തത്. പഠിപ്പിച്ചോ? ചൊല്ലണം, പക്ഷെ പഠിപ്പിച്ചിട്ടില്ല. ഖബറിനടുത്തെത്തിക്കഴിഞ്ഞാൽ തബാറക ചൊല്ലണം. 5 വർഷത്തിന് ഇങ്ങോട്ട് നമ്മുടെ നാട്ടില് അങ്ങനെയല്ല, പുതിയതൊക്കെ ഓരോ വർഷം ഉണ്ടാവും, അത് തുടങ്ങാം. നബി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചൊല്ലുന്നില്ല. അന്ന് രാത്രി തന്നെ ആ മരിച്ച വീട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അങ്ങാടിയിൽ പോയി ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വരുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല, മറിച്ചോ ജഅഫറിന്റെ കുടുംബത്തിൽ മരണം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം നൽകുക എന്നാണ്. അത് മതമാണ്, മനുഷ്യത്വവുമാണ്. മതം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യത്വ. അതൊക്കെ മനുഷ്യന്മാർ കണ്ടറിയേണ്ട ഒരു സംഗതിയാണ്. 3-ാം ദിവസം പ്രത്യേകമായ പ്രാർത്ഥനയും ഭക്ഷണവും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. 7-ാം ദിവസത്തേത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. 40-ാം ദിവസത്തേത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ആണ്ടിനുള്ള ഭക്ഷണം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നില്ല. പഠിപ്പിച്ച എത്ര എണ്ണം പറഞ്ഞു അത്രേ ഉള്ളൂ. അതാണ് മതം എന്ന് പറഞ്ഞത്. അതാണ് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത്. അതാണ് ദീൻ. ദീൻ കൃത്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അവിടെ യാതൊരു അർത്ഥവുമില്ല എന്ന് മാത്രല്ല, നമ്മളിങ്ങനെ നല്ലതല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. വിശുദ്ധ ഖുർആൻ പറയാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞ പ്രവാചകനാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹുവിനെ ഇഷ്ടമുണ്ടോ, നിങ്ങൾ എന്നെ പിൻപറ്റുക. അങ്ങനെ പറഞ്ഞാല് ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതും നിങ്ങൾ ചെയ്യുക. കാരണം സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അങ്ങനെയായാൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചോ അത് ചെയ്യാ, അത്രേ ദീനിലുള്ളൂ. ആരാണോ അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നത് അവൻ അല്ലാഹുവിനെയും അനുസരിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഈ പഠിപ്പിച്ചതിലൊന്നും എന്ത് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല. കാരണം വിശുദ്ധ ഖുർആൻ അത് പറയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 23 വർഷമാണ്. 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിച്ചത്. ആ 23 വർഷത്തിനിടയിൽ എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്നോ, അതല്ലെങ്കിൽ ഞാനിതാ ആഘോഷിച്ച് കാണിച്ച് തന്നിരിക്കുന്നു എന്നോ, അതല്ലെങ്കിൽ പ്രവാചകരെ ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മൗനം പാലിക്കുക പോലും ചെയ്ത ഒരു സന്ദർഭം 23 വർഷത്തിനിടയിൽ ഉണ്ടായി. പ്രവാചകന്റെ മരണശേഷം ഭരണം നടത്തിയ ഖുലഫാഉർ റാഷിദീങ്ങൾ, പ്രവാചകന് ഏറ്റവും അടുപ്പമുള്ളവർ, വിശുദ്ധ ഖുർആനിൽ സിദ്ദീഖ് എന്ന് പഠിപ്പിച്ച, അതായത് സത്യസന്ധൻ, കൂട്ടുകാരൻ എന്ന രൂപത്തിലൊക്കെ മതം പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതായത് ആയിഷ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്, പ്രവാചകന്റെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം 2 വർഷവും 3 മാസവും 10 ദിവസവും ഭരണം നടത്തിയിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വൽ പോലും ആഘോഷിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന ശക്തനായ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവും 8 ദിവസവും ഭരണം നടത്തിയിട്ടുണ്ട്. 10 വർഷം റബീഉൽ അവ്വൽ എന്തെങ്കിലും ഒരു ആഘോഷം ആഘോഷിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ ദുന്നൂറൈൻ, 2 പ്രകാശങ്ങൾക്കുടമ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 11 വർഷവും 11 മാസവും 9 ദിവസവും ഭരണം നടത്തിയിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വൽ പോലും ആഘോഷിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ, പ്രിയപ്പെട്ട ഖിത്അത്തു ഖബ്ദി, എന്റെ കരളിന്റെ കഷണമേ എന്ന് പ്രവാചകൻ വിളിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും 7 ദിവസവും ഭരണം നടത്തിയിട്ടുണ്ട്. ഒരു റബീഉൽ അവ്വൽ പോലും ആഘോഷിച്ചിട്ടില്ല. 29 വർഷം അവരാഘോഷിച്ചിട്ടില്ല. എന്താ? അത് ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ പറയാത്ത ഒന്നാണ്, പഠിപ്പിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മതത്തിന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ ഒരു കാര്യം പുതുതായി ഇസ്ലാമാണെന്ന് പറഞ്ഞ്, മതമാണെന്ന് പറഞ്ഞ്, പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്താൽ അത് ഒഴിവാക്കേണ്ടതാണ്. അതാണല്ലോ ഖുതുബയിലേക്ക് തുടക്കം. അള്ളാഹുവിന്റെ പ്രവാചകൻ മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ണിങ്ങനെ ചുവക്കും, ശബ്ദം ഉയരും, ചില സമയത്തിലൊക്കെ പ്രവാചകൻ അങ്ങനെ ദേഷ്യം വരും. ഒരു സൈന്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെയായിരിക്കും പ്രവാചകന്റെ ഖുതുബ. അമ്മാ ബഅദു, ശേഷം പറയുന്നത് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം എന്നത് അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. വഖൈറൽ ഹദിയ്യ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സന്മാർഗ്ഗത്തിന്റെ ഏറ്റവും നല്ല മാർഗ്ഗം എന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗമാണ്. വഖൈറൽ ഹദിയ്യ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ മുഹദ്ദസത്തും, മതത്തിൽ കൂട്ടിച്ചേർക്കുന്ന എല്ലാ പുതിയ കാര്യങ്ങളും അത് ബിദ്അത്താണ്. വകുല്ലു മുഹദ്ദസത്തിൻ ബിദ്അ, അത് ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ മതത്തെ കുറിച്ച് പഠിക്കണം. ഖുർആനിലുണ്ടോ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്വഹീഹായി വന്നിട്ടുണ്ടോ എന്നത് പഠിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് അഴകുഴമ്പൻ ആദർശമല്ല. അല്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വേറെ എന്തിനും അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതാണ്. വളരെ കുറഞ്ഞ കാലമാണ് ദുനിയാവ്, വളരെ കുറഞ്ഞ കാലം. അവിടെയും അഡ്ജസ്റ്റ് ചെയ്താൽ എത്ര കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ ഉണ്ട് പറ്റിയത്. അതൊന്നും മതം വിലക്കിയിട്ടില്ല. വിശ്വാസം കൂടി അഡ്ജസ്റ്റ് ചെയ്താല് പിന്നെ മനുഷ്യൻ എന്തെങ്കിലും ഒരു ആദർശം ഉണ്ടോ? അതൊരു പവറല്ലേ? ഇതെന്റെ ആശയമാണ്, ഇതെന്റെ ആദർശമാണ്, ഇതാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നതിൽ ഒരു പവറും അതിലൊരു അഭിമാനം. മറ്റേതോ അതും എന്റെ ആശയാണ്, ഇതും എന്റെ ആശയാണ്, അങ്ങനെ പ്രത്യേകിച്ചൊരു ആശയമൊന്നുമില്ല. ഒരു ശരിയായ നിലപാടല്ല. അതുകൊണ്ട് മതത്തെക്കുറിച്ചുള്ള ധാരണയും കാഴ്ചപ്പാടും കൃത്യമാക്കുക എന്നത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അങ്ങനെ കണിശമായ കൃത്യമായ ആദർശത്തിന്റെ വാഹകരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.